നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുകളിൽ വശത്തിലെ പഞ്ചായത്ത് ഹാളിലാണ്. ഇന്ന് കർഷക ദിനമാണ്. അപ്പോൾ ഇന്ന് കർഷകരെ ആദരിക്കുകയും കർഷകരുടെ അവാർഡ് ദാന ചടങ്ങുകളെല്ലാം ഈ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ചാണ്ടിയുമ്മനെ, അതുപോലെ തന്നെ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാകുമാരി സലിമോനെ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പനെ, അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഓരോ വർഷവും പദ്ധതിക്ക് വേണ്ടി നമുക്ക് അനുവദിച്ചു തരുന്ന ത്രിതല പഞ്ചായത്തുകൾക്ക് അനുവദിച്ചു തരുന്ന ഫണ്ടിന്റെ ഏറ്റവും അധികം 40% ഫണ്ട് കാർഷിക മേഖലയ്ക്ക് മാറ്റിവെക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഫലം കിട്ടുന്നില്ല? അതിന് കൂടുതൽ ചർച്ചയിലൂടെ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഭൂമിയെ അറിഞ്ഞ് വിത്തറിഞ്ഞ് വിളവിന് കൃഷി ചെയ്യുവാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പഠനങ്ങളും ഇനിയും നമുക്ക് സെമിനാറുകളോ ക്ലാസ്സുകളോ ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. പക്ഷെ ഇപ്പോഴും യഥാർത്ഥത്തിൽ കർഷകന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുവാനും അതിന് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ വിളവ് വർദ്ധിപ്പിക്കുവാനും കർഷകരുടെ ചിലവ് കുറയ്ക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ. വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കർഷക തൊഴിലാളികളെ ലഭ്യമില്ല എന്നുള്ളതാണ്. കൃഷി ചെയ്താൽ സമയത്ത് അതിന്റെ വിളവെടുക്കുവാനോ അല്ലെങ്കിൽ കൃഷി ഇറക്കാനായിട്ട് സമയത്ത് ഇറക്കാനോ തൊഴിലാളികൾ ഇല്ലാത്തതിന് ഒരു വലിയ ക്ഷാമം ഇന്ന് നമ്മുടെ സംസ്ഥാനം അനുഭവപ്പെടുകയാണ്. അപ്പം തീർച്ചയായിട്ടും കാലോചിതമായ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാവണം. അത് യന്ത്രവൽക്കരണത്തിലൂടെ ഒരു പരിധി വരെ നമുക്കതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കണം. അപ്പം ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാടത്താണെങ്കിലും പറമ്പിലാണെങ്കിലും ഒക്കെ കൃഷി ചെയ്യുവാനുള്ള സംവിധാനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുകയും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. പാടശേഖരങ്ങൾ കൃഷിയില്ലാതെ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ വളരെ അതിന്റെ പ്രതിഫലനങ്ങൾ വളരെ വലുതാണ്. അപ്പം മാസങ്ങൾ അല്ല വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുകയും 3-4 വർഷത്തിന് ശേഷം കൃഷി ചെയ്യാൻ ചെല്ലുമ്പോൾ മാരകമായ വിഷമുള്ള പാമ്പുകളും അതുപോലെ തന്നെ മറ്റ് ക്ഷുദ്രജീവികളും ഒക്കെയുള്ള അവരുടെ ഒരു ആവാസ കേന്ദ്രങ്ങളായി പാടങ്ങളും പറമ്പുകളും ഒക്കെ മാറുകയാണ്. നമ്മൾ വാർഡുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഏറ്റവും അധികം പരാതി വരുന്നത് ആളുകളില്ലാതെ കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും ടാപ്പിംഗ് ഇല്ലാത്ത റബ്ബർ തോട്ടങ്ങളും. ഈ റബ്ബർ തോട്ടങ്ങളിൽ കാട് പിടിച്ചിട്ട് അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെ വലിയ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതി നിർത്തലാക്കുകയും പകരം VBG റാംജി പദ്ധതി വന്നതുകൊണ്ട് കാര്യമായ പല പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പൊ കാർഷിക മേഖലയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ടുകൾ പൂർണ്ണമായിട്ടും അതിനുവേണ്ടി വിനിയോഗിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം. അതെങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മൾ കർഷകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. കാരണം ഓഫീസുകളിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. മറിച്ച് കർഷകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങളും ഓരോ സ്ഥലത്തിനും വ്യത്യസ്തമായ ഇപ്പം ഇരവിനല്ലൂർ ഭാഗത്തുള്ള പ്രശ്നമായിരിക്കില്ല വെള്ളിമല ഭാഗത്തുള്ളത്. തീർച്ചയായിട്ടും പുതുപ്പള്ളി പഞ്ചായത്തിലെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പാരിസ്ഥിതിക അവബോധമില്ലാതെ നമ്മൾ ചെയ്ത പല പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതുപോലെ പ്രളയങ്ങൾ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ പുതുപ്പള്ളിയിലൊക്കെ ഇത്രമാത്രം പ്രളയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അത് നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കാതെ ചെയ്ത വികസന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പം അത്തരം പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാൻ അതിനെ പരിഹരിക്കുവാനുള്ള നല്ല നിർദ്ദേശങ്ങളാണ് നമുക്ക് എല്ലാവരിൽ നിന്നും ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടുകൾ കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ വിഷാംശമില്ലാത്ത ഭക്ഷണം കഴിക്കുവാനായിട്ട്. അപ്പം ഭക്ഷ്യസുരക്ഷയാണ് ആരോഗ്യരക്ഷ. ആ ആരോഗ്യരക്ഷയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാന പ്രശ്നം. ഒരു നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യമാണ് അവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്രമാത്രം ഇന്ന് നമുക്കറിയാം എല്ലാവരും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുകയാണ്. 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന കുടുംബങ്ങൾ നമ്മൾ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 3 ദിവസം കൊണ്ട് തന്നെ എല്ലാ പരിശോധനകളും നടത്തി ആവശ്യമായ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ 10 ലക്ഷവും 12 ലക്ഷവും തീരുകയാണ്. വീണ്ടും അവനൊരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും
ആശുപത്രിയിൽ കൊടുക്കേണ്ട സാഹചര്യവും അവസാനം ജീവനും നഷ്ടപ്പെട്ട് തിരികെ പോരേണ്ട സാഹചര്യമാണ്. അപ്പം ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് കുട്ടികളെ പരിശീലിപ്പിക്കുന്നു, വീട്ടിലെ ഫുഡ് കഴിക്കുന്നില്ല. നമ്മളറിയാം കർക്കിടക മാസത്തിലെ ഇലക്കറികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംവിധാനങ്ങൾ നമ്മൾ മാറി. അപ്പം പഴയ കുറെ കാര്യങ്ങളിലെ നല്ല കാര്യങ്ങൾ നമ്മൾ തിരിച്ചെടുക്കുവാനും കാലത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനുമുള്ള സംവിധാനങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു വലിയ പ്രയത്നം നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം നാളുകളിൽ പുതുപ്പള്ളിയുടെ ഗ്രാമാന്തരീക്ഷം പഴയതുപോലെ ഹരിത നിർഭരമാക്കുവാൻ കഴിയട്ടെ. അതിന് ജഗദീശനെ അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ അർഹതപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോട് പ്രത്യേകം ക്ഷീരമേഖലയിലായാലും പച്ചക്കറിയുടെ ആയാലും ഏത് വിഭാഗത്തിലും പ്രിയപ്പെട്ട കൊച്ചു കുട്ടി ഉൾപ്പെടെ, കാരണം കുട്ടികളെ കാർഷിക മേഖലയിലേക്ക് അടുപ്പിക്കുക, അവരെ മണ്ണിലിറക്കാനോ മണ്ണിൽ തൊടുവാനോ അനുവദിക്കാത്ത മാതാപിതാക്കളുടെ ഒരു കാലഘട്ടമാണ്. കാരണം മണ്ണിൽ മുട്ടിയാൽ എന്തെങ്കിലും അസുഖം വരും, സൂര്യപ്രകാശം അടിച്ചാൽ കുഴപ്പമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. അപ്പം മണ്ണിനെയും വെള്ളത്തെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ഈ കർഷക ദിനത്തിൽ കൂടുന്ന കൂട്ടായ്മയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരുടെ അർഹത നേടി എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉദ്ഘാടനത്തിന് MLA എത്തിച്ചേരുമെന്നാണ്. അപ്പം MLA എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും കൂടി എൻ്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ശ്രീമതി ഗീതാ സിജു അവരെ ക്ഷണിക്കും. ഏറെ ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ സാബു പുതുപ്പറമ്പൻ അവർ നമുക്ക് സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബ്ലോക്കിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് ലതാകുമാരി സലിമോൻ, വേദിയിലിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹമെമ്പർമാരെ, ഏറെ ബഹുമാന്യരായ കർഷക സുഹൃത്തുക്കളെ, ചിങ്ങം 1 നമുക്കറിയാം, ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും ആ പുതുവത്സര ആശംസകൾ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മളെല്ലാവരും ഒരുപാട് വിഷമത്തോടെയാണ് ദിവസങ്ങളെ കടന്നുപോയത്. കാരണം പ്രളയം വന്നപ്പോൾ ഓർക്കാപ്പുറത്തുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ മെമ്പർമാരെല്ലാവരും വളരെയധികം വിഷമിച്ചു. 4 ക്യാമ്പുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ തുറന്നത്. കർഷകരുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദിവസങ്ങളായിരുന്നു അത്. കാരണം കന്നുകാലികളും മറ്റെല്ലാം വീട്ടിലുള്ളതെല്ലാം ഉപേക്ഷിച്ച് അവരെ ആടുമാടുകളെയും കന്നുകാലികളെയും എല്ലാം കൊണ്ട് വെള്ളം കയറാത്ത ഒരു പ്രദേശത്തേക്ക് പോയി മാറി ഒരാഴ്ചയിലധികം താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. നേരിൽ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, പ്രിയപ്പെട്ട നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ കൃഷി ഓഫീസറാണ്. ശില്പ എന്ന് പറയുന്ന മാഡം നമുക്ക് പുതിയതായിട്ട് വന്നിട്ട് ഏകദേശം 2 മാസമേ ആയി കാണുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ശില്പ മാഡത്തിന് നമുക്ക് പുതുപ്പള്ളിയുടെ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എങ്കിലും പുതുപ്പള്ളിയിൽ ഇതിനു മുമ്പ് കൃഷി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ അറിയാം. ആ ഒരാഴ്ച ക്യാമ്പ് ഉണ്ടായിട്ടും എൻ്റെ വാർഡിൽ 2-3 കർഷകരുണ്ടായിരുന്നു. കൃഷി ഓഫീസിൽ നിന്ന് ആ കർഷകരുടെ വിവരങ്ങൾ തിരക്കാൻ നിങ്ങൾ ആരും എത്തിയില്ല എന്നുള്ളൊരു പരാതി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. കാരണം വെറ്റക്കൊടി നശിച്ചു പോയ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു തോട്ടിലേക്ക് പോയ ഒരു കർഷകനുണ്ട്, ബാബു പാണൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ സെമിനാറിൽ ഈ മീറ്റിംഗിൽ ചിങ്ങം 1 ഈ പരിപാടിയിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഇവർ മറന്നുപോയതാണോ അതോ മെമ്പർ പറയാഞ്ഞിട്ടാണോ? എപ്പോഴും ഇവിടെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി 10 വർഷമായിട്ട് ഞാൻ കാണുന്ന മുഖങ്ങളൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. പുതിയതായിട്ട് ആരെയും കാണുന്നില്ല. എങ്കിലും എൻ്റെ വാർഡിൽ നിന്ന് ഇനിയും വരാനുണ്ട് കർഷകര്, അവരെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട്
കൃഷി ഓഫീസിൽ പേര് എഴുതിയിട്ടിരിക്കുന്ന ആ കർഷകരെ മാത്രം വിളിക്കാതെ നിങ്ങൾ ഫീൽഡിലോട്ടൊന്ന് ഇറങ്ങി ചെല്ലുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ കർഷകർ സഹിക്കുന്നുണ്ട്. കാരണം ഒരു കന്നുകാലിക്കൂട് പോയവരുണ്ട്, വീടിന്റെ ഒരു ഭാഗം പോയവരുണ്ട്, കൃഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടിരിക്കുന്ന കർഷകരുണ്ട്. അവരെ കൂടെ നിങ്ങൾ പരിഗണിച്ച് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വയ്ക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ്. പക്ഷെ അതിന്റെ പ്രയോജനം പുതുപ്പള്ളിയിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് പുതിയ തലമുറയിൽ ആകെയുള്ളത് ഒരു കുട്ടി കർഷകനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പുതിയ തലമുറയിൽ നമ്മൾ ജോലി തേടി അന്യരാജ്യത്തേക്ക് പോകുന്ന കുട്ടികളെയൊക്കെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്ന് കൃഷി ഓഫീസറാകാൻ, ഇപ്പം മുമ്പ് ഇവിടെ വന്ന എഞ്ചിനീയർ ആയിരുന്ന അദ്ദേഹമൊക്കെ നന്നായി പഠിച്ച ആൾക്കാരാണ്. അതുപോലെയുള്ള ഉദ്യോഗം നമ്മുടെ നാട്ടിലും കിട്ടും. പക്ഷെ കർഷകർക്ക് മാത്രം ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഇല്ല, കേരള ഗവൺമെന്റിൽ നിന്നും ഇല്ല, പഞ്ചായത്തിൽ നിന്നും ഇല്ല, ഒരു തരത്തിലും ഒരു 10 മൂട് കപ്പ നട്ടാൽ പോലും ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ കർഷകന്റെ പോക്ക്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട ലച്ചേച്ചി പറഞ്ഞു, പോളിസി എടുക്കുന്നു, നമ്മൾ ആശുപത്രി കൊടുക്കുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലൊരു കപ്പ പോലും ഇല്ലാതെ നമ്മൾ മേടിക്കേണ്ട അവസ്ഥയാണ് പുറത്തുനിന്ന് വരുന്നത്. അപ്പൊ അത് പുറത്തുനിന്ന് വരുന്ന ആഹാര സാധനങ്ങൾ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായ രോഗം ഉണ്ടാകും. അപ്പൊ ആശുപത്രിയെ നമുക്ക് പറഞ്ഞിട്ട് കുറ്റമില്ല. രോഗം വന്നാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോകും. പക്ഷെ അതല്ല, നമ്മൾ കാർഷിക മേഖല കുറച്ചുകൂടി അതിന് താഴെ തട്ടിന്ന് തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉയർന്ന തട്ടിലേക്ക് പോകാൻ. അപ്പൊ നമ്മുടെ നാട്ടുപ്രദേശത്ത് ആകെ ചെയ്യാൻ പറ്റുന്ന കർഷക ഓഫീസാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കർഷകർ ഓരോന്നിനും അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. സതീഷ് മെമ്പറുടെ നാട്ടിലെ ആ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ അങ്ങ് കാട്ടുമറ്റത്തിൽ എന്ന് പറഞ്ഞാൽ പുളിക്കാച്ചറയുടെ അങ്ങേ അറ്റത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു 3 കിലോമീറ്റർ നടക്കണം ബസ് കയറുന്ന സ്ഥലത്ത് വരണേ. അവിടുന്ന് ബസ് കയറി പുതുപ്പള്ളി സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് കൃഷി ഓഫീസിൽ പോകണേ അടുത്ത ബസ് കയറണം. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ അദ്ദേഹം ഉള്ളപ്പം ആ വാർഡിലെ മെമ്പറോട് ചോദിച്ച് കൃഷി ഓഫീസറോ അവിടുത്തെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കാണേണ്ട ഒരു നിയമമായിട്ട് തന്നെ നിങ്ങൾ അത് പരിഗണിച്ച് പോയി കണ്ടെത്തി അദ്ദേഹം എന്തൊക്കെ കൃഷി ചെയ്യുന്നു, അദ്ദേഹത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിയമപരമായി പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ അവരെ സഹായിക്കുക എന്നത് നിങ്ങളുടെ കടമയായിട്ട് തന്നെ ശില്പമാടം കാണണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എങ്കിലും ഇപ്പൊ ഇവിടെ കർഷകരെ ആദരിക്കുന്ന ജനങ്ങൾ, ഒരു ആദരിക്കൽ കൊണ്ട് മാത്രം അവരെ നമുക്ക് പരിമിതിയിൽ നിർത്താൻ പറ്റില്ല. അവരെങ്കിലും ഉള്ളതുകൊണ്ട് പുതുപ്പള്ളിയിൽ ഇത്രയും കാർഷിക മേഖല ഉണ്ടായി എന്ന് നമുക്ക് ആശ്വസിക്കാം. നെൽകൃഷി മേഖലയിലാണെങ്കിലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളിവിടെ മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ പറയാറുണ്ട്. പഞ്ചായത്ത് ഫണ്ട് വെക്കുന്നുണ്ട്, പക്ഷെ അത് പ്രയോജനം പുതുപ്പള്ളിക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ആരെയും കുറ്റപ്പെടുത്തിയതല്ല, കൃഷി ഓഫീസറെയോ ഉദ്യോഗസ്ഥരെയോ ഒന്നും കുറ്റപ്പെടുത്തില്ല. പക്ഷെ കർഷകരോട് ചേർന്ന് നിൽക്കുക എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിൽ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി ലതാമോഹൻ. ഏറ്റവും ബഹുമാന്യം ആദരണീയമായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സാബു ബ്രഹ്മൻ അവർ, വൈസ് പ്രസിഡന്റ് ശ്രീ ഗീത ഷിജു, ഏറ്റവും ബഹുമാനിയായ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ ലതാകുമാരി സലീമോൻ, വേദിയിലിരിക്കുന്ന ബഹുമാനിയായ മെമ്പർമാർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കൃഷി എന്നാൽ മണ്ണും ചേറും ഒക്കെ പറ്റുന്ന കൃഷിക്കാരാണ്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് കൃഷി എന്ന് പറഞ്ഞാൽ അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പഴയ ആൾക്കാർ മാത്രമാണ് ഇന്നും കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. പുതുതലമുറയിൽ ഒരു കുട്ടി ഇരിപ്പുണ്ടെങ്കിലും അത് കുട്ടി കർഷകനായിട്ടാണ് ഇരിക്കുകയാണ്. വല്യമ്മയുടെ കൂടെയുള്ള ഒരു കൃഷി മാത്രമായിരിക്കും പഠിച്ചിരിക്കുന്നത്. അത് കൃഷി എന്നാൽ നെൽകൃഷി മാത്രമല്ല, അതുപോലെ തന്നെ വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, എല്ലാ കൃഷിയും ഇന്നത്തെ കാലത്ത് എല്ലാവരും 5 സെന്റും 10 സെന്റും എല്ലാം മതിൽ കെട്ടി ഗേറ്റും വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത് കൃഷി എന്നത് ഒരു പഴയ കാല ഓർമ്മകൾ മാത്രമായി മാറുകയാണ്. നെൽകൃഷിക്ക് പഴയ പാടങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായിട്ട് ഒരു 2005-6 കാലം തൊട്ട് ഒരു 15 വരേക്കും ഏകദേശം മിക്ക പാടങ്ങളും കാടും പടലും കയറി പാമ്പും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇന്നാലും ഇപ്പം
കൃഷിയിടങ്ങളെ നോക്കുമ്പോൾ നമുക്കറിയാം നെൽകൃഷി വളരെ നല്ല രീതിയിൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ പാടങ്ങളും ഏകദേശം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ ഒരു പാടശേഖര സെക്രട്ടറി ആയതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് പറയാൻ പറ്റും. കാരണം ആ പാടത്തൊക്കെ വളരെ മികച്ച വിളവാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോയിച്ചേട്ടനാണ് നമ്മുടെ പാടത്തെ പ്രിയ കൃഷിക്കാരൻ. കൃഷി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് വടവാതൂര് ഗ്രാമപഞ്ചായത്തിൽ രാവിലെ കർഷക ദിനം ആചരിക്കുമ്പോൾ അവിടെ ഇന്ന് ഓരോ സെപ്പറേറ്റായിട്ട് ഓരോരുത്തരായിട്ടാണ് അവിടെ ആദരിച്ചത് നമ്മുടെ ബഹുമാനായ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ. അപ്പൊ അവിടെ എല്ലാവർക്കും അങ്ങനെയല്ല, SC STക്ക് വേറെ, വനിതകൾക്ക് വേറെ, കൊച്ചുകുട്ടികൾ വേറെ, അങ്ങനെ പല പല രീതികളിൽ അങ്ങനെ ആദരിച്ച് ആ ആദരവ് അവർക്ക് കൊടുത്തപ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം വളരെ ചെറുപ്പക്കാരായ ആൾക്കാർ പലരും അവിടെ വന്ന് ആ സ്വീകരണം ഏറ്റുവാങ്ങി. നമുക്കറിയാം മുൻപത്തെ പോലെ തന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇവിടെ വന്നത്. അവിടെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അവരെ ഓരോ മേഖലയിലേക്കും തരംതിരിച്ച് വന്ന് അത് വാങ്ങുമ്പോൾ നമ്മൾക്ക് അത് സന്തോഷമുണ്ടായി. നമ്മൾ പഴയ കാലത്തേക്ക് നീങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. മുമ്പ് പഴയ കാലത്തെന്ന് പറയുന്നത് നമ്മൾക്കറിയാം, പണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ രാവിലത്തെ കപ്പയോ കാച്ചിൽ പുഴുങ്ങിയതൊക്കെ തിന്നുമായിരുന്നു. ഇന്നതെല്ലാം മാറിയിട്ട് എല്ലാവരും ബർഗറും സമോസ, പപ്സ്, അതുപോലെ പുതിയ പുതിയ ഐറ്റങ്ങളാണ്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുന്നാലും അതേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഇതിനു വേണ്ടിയ ജനങ്ങൾക്ക് അധികവും അസുഖങ്ങളാണ്. നല്ല നമ്മുടെ വീട്ടിൽ വിളഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ഇതില്ല. ഇപ്പൊ പച്ചക്കറി വേണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരണം. നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾ നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ അതിനുള്ള വിളവ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ഇവിടെ വരുവാനും നിങ്ങളോട് ഓരോരുത്തരും സംസാരിക്കുവാനും കിട്ടിയ അവസരം വളരെ വിലപ്പെട്ടതായിട്ട് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൊന്നാണ് ആശംസ തന്നുകൊണ്ട് ഈ പുതുവർഷത്തിൽ നിങ്ങളെല്ലാവരെയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാനിക കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജനോക്കെ യോഗത്തിന്റെ യോഗാധ്യക്ഷൻ ഉൾപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു അവർ, ഉള്ളൂർ പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് പ്രിയപ്പെട്ട ലതാകുമാരി സലിമോൻ, വേദിയിലുള്ള മറ്റ് മെമ്പർമാരെ, പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും കർഷക ദിനത്തിന്റെയും അതുപോലെ പുതുവത്സരത്തിന്റെയും ആശംസകൾ അറിയിക്കുകയാണ്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. അതുപോലെ കർഷകരും കുറഞ്ഞു വരികയാണ്. പുതിയ കർഷകരാരും തന്നെ, ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവജനങ്ങളാരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ ജാപ്പച്ചായം പോലെയുള്ള പഴയ ആൾക്കാർ വയ്യാതെയായി അവരും പരിപാടി അവസാനിപ്പിച്ച് ഓരോ വാർഡിൽ 1, 2, 3 പേരുമായിട്ട് മാത്രമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഈ ആധുനിക രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളും പുതിയ ടെക്നോളജികളും ഒക്കെ ചെറുപ്പക്കാരെയൊക്കെ പഠിപ്പിക്കുകയും അത്തരത്തിൽ അവരെ കൃഷിയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടതായിട്ടുള്ള നൂതന മാർഗങ്ങൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കൃഷി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും ഒരു വീട്ടിൽ അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, വിഷരഹിതമായ പച്ചക്കറി ഉത്പാദിപ്പിച്ചെടുക്കുവാൻ ഇടയാകണം. പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ ചാണ്ടിയമ്മൻ അവരെ ചേർന്നിരിക്കുന്നു. സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു. അങ്ങനെ കൃഷിയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ, നമുക്കറിയാം ഇപ്പം തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അതിൻ്റെ വിഷം എന്തുമാത്രമാണ് നമുക്കെല്ലാം അറിയാം. ഇപ്പം ഈയിടെ അതിനെക്കുറിച്ചുള്ള പത്രവാർത്തകൾ വന്നു. സെൻട്രൽ ഗവൺമെൻറ് അത്തരം വിഷപദാർത്ഥങ്ങൾ ഒഴിവാക്കണം, നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അവരതിന് തയ്യാറാകുന്നില്ല. അപ്പം അത്രയേറെ വിഷം ഉള്ള പച്ചക്കറികൾ അവിടെ നിന്ന് ഇവിടെ വരുന്നു. അവർ ഇത് കഴിക്കുന്നില്ല. അവർ നല്ല പച്ചക്കറികൾ വിഷമില്ലാതെ കഴിക്കുന്നു. നമ്മളിതെല്ലാം കഴിക്കുന്നു. ദൈനംദിനം അസുഖങ്ങളും ക്യാൻസറുകളും എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുക. എല്ലാ വീടുകളിലും നാടുകളിലും ഇപ്പം നിത്യേന അസുഖബാധിതരാകുകയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാൻ
പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും വേണ്ടതായിട്ടുള്ള നൂതന വിദ്യകൾ കൃഷി വകുപ്പിൻ്റെ രീതിയിൽ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി ട്രെയിനിങ് കൊടുത്ത് അത്തരത്തിൽ നല്ല രീതിയിലുള്ള കൃഷി അവരെ പരിചയപ്പെടുത്തി അവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം. ഈ നമ്മുടെ പ്രാകൃത കൃഷി രീതികളെല്ലാം അവലംബിക്കുന്നതോടൊപ്പം തന്നെ നൂതന രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളോടെ അവരെ പരിചയപ്പെടുത്തി നല്ലൊരു കൃഷി രീതിയിൽ അവരെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് കാർഷിക വൃത്തി കുറച്ചും കൂടെ ഫലപ്രദമായി നടപ്പിലാക്കുവാൻ അവർക്ക് ഇടയാകട്ടെ. അതിന് കൃഷി വകുപ്പ് കൂടുതലായിട്ട് തയ്യാറാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കർഷക ദിനത്തിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വി ഗിരീശൻ അവരുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന പ്രിയങ്കനായ MLA, പേരിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെ, സ്നേഹമുള്ള കർഷകരെ, നമ്മുടെ ഈ കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രസംഗത്തിൽ ആശംസാ പ്രസംഗത്തിലേക്ക് വരുമ്പോഴേക്ക് MLA കൂടെയുള്ള വേദിയിലേക്ക് നമുക്ക് കർഷകരുടെ ദിനത്തിലെ കർഷകരെ ആദരിക്കുന്ന വേദിയിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും കൂടെയുള്ള ഒരു ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആശംസ പറയുവാൻ ആഗ്രഹിച്ചു. നമുക്കറിയാം, ഈ കർഷക ആദരത്തോടുകൂടി ഈ ആദരവ് കൊടുക്കുമ്പോൾ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്രമാത്രമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 6-7 വാർഡുകളിൽ തന്നെ നമുക്കറിയാം ഈ എല്ലാ വർഷവും 2-3 മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ്. 6-7 വാർഡുകളിൽ കാർഷിക മേഖലയിൽ ഒരു കാര്യങ്ങളും പൂർണ്ണമായി എത്തിക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യം ആ ഒരു 6-7 വാർഡുകളാണ്. അപ്പൊ നമുക്ക് അതിനോടനുബന്ധിച്ച് ഈ കർഷക ദിനത്തിലേക്ക് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മളൊരു ചിന്ത ഉണർത്തുന്നു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനുവേണ്ടി നമുക്ക് മുന്നോട്ടുള്ള നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിനോടുള്ള ആശംസകൾ നേരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ആറിന്റെ താഴ്ച കുറഞ്ഞുപോയി. ഒരു 5 മീറ്ററോളം താഴ്ചയുള്ള ആറ്റിൽ 3.5 മീറ്ററോളം ചെളിയുമായി കിടക്കുന്നു. അപ്പോൾ നമ്മൾക്കൊക്കെ മുൻകാലങ്ങളിൽ ഒരു 10-15 ദിവസം മഴ പെയ്താൽ മാത്രമേ വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 3 ദിവസം പെയ്താൽ 4 പൊക്കം വെള്ളപ്പൊക്കമാണ്. ആ വെള്ളം യഥേഷ്ടം ഒഴുകിപ്പോലുള്ള നമ്മുടെ പദ്ധതികളിലും പരിപാടികളിലും മുന്നോട്ട് നമുക്ക് ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ ആറുകളുടെയും തോടുകളുടെയും നദികളുടെയും ഒക്കെ നവീകരണം കാലാകാലങ്ങളിൽ നമ്മൾ മുന്നോട്ട് നടപ്പാക്കും. ആ നടപ്പാക്കിക്കൊണ്ട് നമുക്ക് നീരൊഴുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വെള്ളപ്പൊക്കം ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് ഈ കർഷക ദിനത്തിലുള്ള ഒരു തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. വരും കാലങ്ങളിൽ ഈ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് പറയുകയാണ്. മുന്നോട്ട് നമുക്ക് നമ്മുടെ ഈ കർഷക ദിനത്തിൽ നമുക്ക് നെൽകൃഷിക്ക് വേണ്ടി തന്നെ നമുക്ക് 20 ലക്ഷം രൂപയോളം കൊടുക്കുന്നുണ്ട്. പക്ഷെ കർഷകർക്ക് എല്ലാവർക്കും കൂടി പ്രതിഫലമായിട്ടും ഈ 20 ലക്ഷം രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആവക വിഷയങ്ങളെ കുറിച്ചൊക്കെ ഗഹനമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ കർഷക ദിനത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ചും ഒരു ബോധവൽക്കരണം കിട്ടി. വരും കാലങ്ങളിൽ നമ്മുടെ ഉൽപാദനം വർധനവിന് വേണ്ടിയുള്ള പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ചർച്ചകളോട് കൂടിയുള്ള പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ നമുക്ക് ഈ കർഷക ദിനം ആചരിക്കുമ്പോൾ വരും കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വരും കാലങ്ങളിൽ ഉണ്ടാകാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചുകൊണ്ട് പൂർണ്ണമായി കർഷകരുടെ മുഖം പ്രസാദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതിനെല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ കാർഷിക വികസന സമിതി അംഗവും CPIയുടെ നേതാവുമായ ശ്രീ അനിൽകുമാറിനെ ക്ഷണിക്കും. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിൽ, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ MLA ചാണ്ടോമൻ അവർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇന്ന് വേദിയിലിരിക്കുന്ന കാർഷിക അവാർഡ് ജേതാക്കൾ, പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമുക്ക് പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു,
ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിർത്തി സംരക്ഷിക്കുന്ന പട്ടാളക്കാരോട് തന്നെ ബന്ധിക്കുന്ന ഒരു വർഗമാണ് കർഷകർ. പക്ഷേ ആ തരത്തിൽ അവരെ പരിഗണിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് അർഹമായ അവരെ കൃഷി വികസിപ്പിക്കാൻ ആവശ്യമായ പണം മാറ്റിവെക്കുന്നുണ്ടെങ്കിലും അത് ആ കൃഷി അല്ലെങ്കിൽ ആ കാർഷിക വൃത്തി നടത്തുന്ന വ്യക്തിയുടെ കൈകളിൽ എത്തിച്ചേരുന്നുണ്ടോ എന്ന സംശയമാണ്. നമുക്കറിയാം, ഉച്ചയ്ക്ക് മുമ്പേ ഒരു ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയുന്നത് കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലൊക്കെ വേണം നമ്മൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ. പക്ഷേ ഇന്ന് പുതുതലമുറ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. പക്ഷേ പഴയ തലമുറയിലുള്ളവർക്കൊക്കെ അതൊക്കെ പ്രയോഗിക്കുവാനുള്ള പ്രാവീണ്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോ പഴയ കാലത്തുള്ള ഇപ്പോഴുള്ള ഈ കർഷകർ അവരുടെയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്തിച്ചേരുവാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് 2240 ഹെക്ടർ കൃഷിയിടങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉള്ളതെങ്കിൽ ഇന്ന് കൃഷി നടക്കുന്നത് വെറും 1625 ഹെക്ടർ ഭൂമി മാത്രമാണ്. ഇതിന്റെ കാരണം ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിപ്പോകുന്നവർ നഷ്ടങ്ങൾ കൊണ്ട് കൂട്ടുകൂട്ടുന്ന സാഹചര്യം. നെൽകൃഷി എടുത്താൽ അല്ലെങ്കിൽ പച്ചക്കൃഷികൾ എടുത്താലെല്ലാം നഷ്ടങ്ങൾ മാത്രമാണ് അവർക്ക് പറയുവാനുള്ളത്. പിന്നെ അവർക്ക് കിട്ടുന്ന ലാഭം എന്താണ്? പല സമയത്ത് മുടക്കുന്ന പണം ഒന്നിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഒരു വിത്തിട്ട് അത് കായ്ഫലമായി വരുമ്പോൾ അത് കാണുമ്പോഴുള്ള മനസ്സിന്റെ സന്തോഷം മാത്രമാണ് ഒരു കർഷകന് ലഭിക്കുന്നത്. സാമ്പത്തികമായി ഒരു ലാഭവും ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ MLA കൂടെ ഇവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പല വേദികളിൽ ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഈ ഒരു പഞ്ചായത്തോട് മാത്രം നടക്കേണ്ട കാര്യമല്ല, ഈ സംസ്ഥാനത്തുടനീളം നടക്കേണ്ട കാര്യം. നമ്മുടെ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ മണ്ണുകളാണുള്ളത്. വിവിധ തലത്തിലുള്ള കൃഷി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഓരോ കൃഷി ഓഫീസ് ഉണ്ട്. ആ കൃഷി ഓഫീസിന് അവിടെ അനുയോജ്യമായ കൃഷി, പച്ചക്കറി കൃഷി വിളവെടുത്തുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ പച്ചക്കറിയുടെ ലഭ്യത ഉണ്ടാക്കുവാൻ കഴിയും. അതിനുവേണ്ടി അതാത് കൃഷി ഓഫീസർമാർക്ക് ഒരു ടാർഗറ്റ് കൊടുക്കണം. അതായത് പുതുപ്പള്ളിയിൽ എന്ത് പച്ചക്കറിയാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത്, അത് കൃഷി എടുക്കേണ്ട ഒരു ടാർഗറ്റ് കൃഷി ഓഫീസർമാർക്ക് കൊടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്ത് നമുക്ക് കൃഷിയുടെ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ദൗർബല്യത കുറയ്ക്കാൻ പറ്റും. അത് നിയമസഭയിലേക്കൊക്കെ MLA ഉന്നയിക്കാം. ഞാൻ പല വേദികളിലും പറയുന്നതാണ്. ഇത് MLA ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അവാർഡ് ജേതാക്കളായ മുഴുവൻ പേരെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തത്തെ നിങ്ങൾക്ക് ഇതിന്റെ അഭിവാദ്യം. ഗ്രാമപഞ്ചായത്തിന്റെ BJP പ്രതിനിധി ശ്രീ സജീവ് ഒരുപാട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ കാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല. കാരണം കൃഷിയെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും എനിക്കൊന്നേ പറയാനുള്ളൂ, കൃഷി ചെയ്യുന്ന കർഷകന് കിട്ടുവാനുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവരെ അറിയിക്കുക. അത് കൃഷി ഓഫീസ് മൂലമാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആണെങ്കിലും ഗ്രാമപഞ്ചായത്തിന്റെ ആണെങ്കിലും ഒക്കെ എന്തൊക്കെ കിട്ടാനുണ്ട് അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള അറിവ് കൊടുക്കുക. അതെല്ലാം സുതാര്യമാക്കി എത്രയും പെട്ടെന്ന് അവർക്ക് അത് വാങ്ങിക്കൊടുക്കുവാനുള്ള ഒരു പ്രവണത അവരിലേക്ക്, അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുക. കാരണം ഇന്ന് കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധനികരായിട്ടുള്ള വളരെ കുറച്ച് ആളുകളെ ഉള്ളതിനകത്ത്. ഈ നെൽകൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ മുതൽ
കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വായ്പയെടുത്തും പല രീതികളിലുമൊക്കെയാണ് ഈ പണം കണ്ടെത്തി കൃഷി ചെയ്യുന്നത്. ആ കൃഷി ചെയ്ത് അതിന് കൃഷിഭവന്റെ ബ്ലോക്കിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ സബ്സിഡികൾ ലഭിക്കുന്നുണ്ട്. ആ സബ്സിഡി കിട്ടണമെങ്കിൽ ഒരു കൃഷി ചെയ്ത് അടുത്ത കൃഷി കഴിഞ്ഞാലും അത് കിട്ടാതെ വരുന്നുണ്ട്. കാരണം അതൊക്കെ അവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ നെല്ല് ആണെങ്കിൽ നെല്ല് കൊയ്ത് വഴിയിൽ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. കാരണം ഞാനും കുറച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. എങ്കിപ്പോൾ എനിക്ക് പറയാനുള്ള കാരണം ഈ നെല്ല് വഴിയിലെടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് സപ്ലൈക്കോ ആണ് നെല്ലെടുക്കുന്നത്. അത് അവര് പല റാണി റൈസ് അല്ലെങ്കിൽ പവിഴം ഇങ്ങനെയുള്ള കമ്പനികൾക്ക് കൊടുക്കുക. അവരിവിടെ വന്ന് ഒരു ഇടനിലക്കാരനെ ഇവിടെ പറഞ്ഞു വിടുകയും ആ ഇടനിലക്കാരനെ ഇവിടെ 5 കിലോ മുതൽ 15 കിലോ വരെ കിഴിവ് ഇവിടെ പറയുകയും ഒക്കെ ചെയ്യുകയാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് 1 കിൻഡൽ നെല്ലിനകത്തുനിന്ന് 15 കിലോ പോയി കഴിഞ്ഞാൽ 85 കിലോ ആണ് അവർക്കത് കിട്ടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കിഴിവുകളൊക്കെ കഴിവതും കുറച്ചുകൊണ്ട് ഈ കർഷക കൂട്ടായ്മയ്ക്കും എല്ലാവരും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇവിടെ കുറച്ച് യന്ത്രങ്ങളോ മറ്റുള്ളോ ഒന്നും അല്ല പ്രാധാന്യം. യന്ത്രങ്ങൾ ഇവിടെ നമ്മൾ വാങ്ങിച്ചാലും വാടകയ്ക്ക് എടുത്താണ് ഈ കണ്ണുകളെല്ലാം കൂട്ടുന്നതും കൊയ്യുന്നതും ഒക്കെ. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അങ്ങനെ ഒരു മണിക്കൂറിന് 2000-2200 രൂപ വരെ കൊടുത്താണ് കൊയ്യുന്നത്. ഒരേക്കർ നിലം കൊയ്ത് പറഞ്ഞാൽ 7000-8000 രൂപ വരെ ആകുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ ഈ പ്രകൃതി അനുകൂലമല്ലാത്ത കാരണം മഴയും വെള്ളവും ഒക്കെ ചെളിയും ഒക്കെ കാരണം മണിക്കൂറുകൾ താഴ്ന്നു കിടക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ ആ മണിക്കൂർ താഴ്ന്നു കിടക്കുന്നതിന്റെ പോലും പൈസ അവർക്ക് കൊടുക്കേണ്ടതായിട്ടാണ് വരുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പാടശേഖരത്തിന്റെ തോടുകൾ അത്യാവശ്യമായിട്ടും അതിന്റെ ചെളിയും അതിനുള്ള പുല്ലും മറ്റുള്ള സംഗതികളെല്ലാം മാറ്റി ഒരു നീരൊഴുക്ക് നല്ലതായിട്ട് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ പാടശേഖരത്തിന്റെ അടിയന്തരമായിട്ടുള്ള പുറംപണ്ടുകൾ മറ്റുള്ള സംഗതികളൊക്കെ കെട്ടുക. അല്ലാതെ നമ്മളിവിടെ മറ്റുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പം ഒരു ചേട്ടൻ ഇന്ന് രാവിലെ എന്നോട് ഇവിടെ ഇരിപ്പുണ്ടാ ചേട്ടൻ 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന് കൃഷിനാശം സംഭവിച്ചെന്ന് പറഞ്ഞു. പടവലം, കപ്പ, ഏത്തവാഴ ഇങ്ങനെയുള്ള അവരൊക്കെ സാധാരണക്കാരെ കൃഷിക്കാരാണ്. ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തുകയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൃഷിഭവൻ മുഖാന്തരം അവിടെ പോയി കണ്ട് അവർക്ക് വേണ്ടുന്ന മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ഏറ്റവും വലിയ കടമ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എത്രയും അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും സബ്സിഡികളും അതുപോലെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മേഖലയും ഒക്കെ കണ്ടെത്തി അവർക്കൊരു നല്ല രീതിയിൽ ഒരു ഉണർവുണ്ടാക്കി 10 രൂപ അവർക്കും വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ ഈ ഭരണസമിതിക്കും ഈ സർക്കാരിനും ഒക്കെ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടും അതുപോലെ പ്രത്യേകതരമായ ഓണാശംസകളും പുതുവത്സരാശംസകളും എല്ലാം നേർന്നുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു കർഷക ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി CPM-ന്റെ ഗ്രാമപഞ്ചായത്ത് ശ്രീമതി സിജി വർഗീസ് അവരെ ക്ഷണിക്കുന്നു. ഈ കർഷക ദിനാചരണത്തിന്റെ അധ്യക്ഷനും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ ശ്രീ സാബു പുതുപ്പറമ്പിൽ അവർക്ക് പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA, ഉദ്ഘാടനത്തായി എത്തിച്ചേർന്നിരിക്കുന്ന MLA, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, ചിങ്ങത്തിന്റെ ഈ 1-ാം ദിവസം കർഷകരെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലത്ത് പറയുവാണെങ്കിൽ കർക്കിടകത്തിന് പഞ്ഞം മാറി ചിങ്ങത്തിലേക്ക് കടക്കുമ്പോൾ കർഷകർക്ക് സന്തോഷവും ഈ മഴയും മഞ്ഞും ഒക്കെ മാറി നല്ലൊരു വിളവെടുപ്പിന്റെയും അല്ലെങ്കിൽ വിളവ് തുടങ്ങുന്നതിന്റെയും ഒക്കെ ഒരു പുണ്യദിനമായി തന്നെ കരുതുന്നു. എന്നാൽ ഇന്നത്തെ നമുക്ക് അറിയാം, ഇന്നത്തെ കാലാവസ്ഥകൾ അനുസരിച്ച് ഇതൊന്നും ചിങ്ങം 1 പറയുന്നത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളവും സന്തോഷത്തിന്റെ ഒരു ദിനമായി മാറുന്നില്ല. ഇവിടെ ഇരിക്കുന്ന കർഷകരെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, അവർക്ക് നമ്മൾ കൊടുക്കുന്ന അവാർഡ് പോലും ഒന്ന് വായിച്ചു നോക്കാൻ പോലും സമയമില്ലാതെ അവർ വീട്ടിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം യന്ത്രങ്ങളൊക്കെ പുതിയ ഒരു മേഖലയിൽ വളർന്നു വന്നെന്ന് പറഞ്ഞാലും കഷ്ടപ്പാടുകൾക്ക് അവർക്ക് കുറവില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലം ഇന്ന് കർഷകനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ കർഷക ദിനത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർഷകർക്കും ഞാനും അഭിമാനത്തോടെ പറയുകയാണ്, ഒരു ക്ഷീരകർഷകന്റെ മകളാണ് ഞാൻ. ആ ഒരു എല്ലാ കർഷകരെയും ബഹുമാനത്തോടുകൂടി കണ്ടുകൊണ്ട്
ഈ കർഷക ദിനത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി ഭക്ഷ്യം വിളയിക്കുന്ന എല്ലാ കർഷകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പുതുതലമുറയ്ക്ക് ഈ കാർഷിക വൃത്തിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതുതലമുറയെ വാർത്തെടുക്കാൻ നമ്മളിൽ നിലവിലുള്ള കർഷകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കർഷക ദിനത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഇവിടെ വന്ന കർഷകർക്കും എല്ലാവർക്കും ചിഹ്നത്തിന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിക്കുന്നു. പ്രിയപ്പെട്ട സതീഷ് ബാബു കർഷകരെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുകയായി. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ സാബു പുതുപ്പള്ളി അവർ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ശ്രീമതി ശില്പ ബാലചന്ദ്രൻ അവർ, ബാലചന്ദ്രൻ അവർ, വള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതാകുമാരി സലിമോൻ അവർ, ഞാൻ പറയാതെ കുഴപ്പമില്ല, ശ്രീ അജയ തമ്പി, അമർകൃഷ്ണ എന്നിവ, ശ്രീമതി രജി ജി വി, ശ്രീമതി കവിത വിജയ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനാ പറയുന്നത്. ശ്രീമതി ഗീത ഷിജു, വൈസ് പ്രസിഡന്റ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, ശ്രീ ജിനു കെ പോൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വള്ളം ബ്ലോക്ക്, ശ്രീമതി ലതാ മോഹൻ, മെമ്പർ വള്ളം ബ്ലോക്ക്, ശ്രീ സതീഷ് മാത്യു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ശ്രീമതി അന്നമ്മ എബ്രഹാം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ശ്രീ നിപു ജോർജ്, ശ്രീ എ ബി ഗിരീഷൻ ഗ്രാമപഞ്ചായത്ത് അംഗം, ശ്രീ സാഖ്യവർക്കി ഗ്രാമപഞ്ചായത്ത് അംഗം, ശ്രീ രഞ്ജു ചെറിയാൻ ഗ്രാമപഞ്ചായത്ത് അംഗം, ശ്രീമതി നിമ്മി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗം, ശ്രീമതി സിജി വർഗീസ്, ശ്രീ സീമോൾ സി തോമസ്, ശ്രീമതി മിനി രജി, ശ്രീമതി സീത ബിനോയ്, ശ്രീ രഘുവരൻ പി കെ, ശ്രീ ഈപ്പൻ ഉമ്മൻ, ശ്രീമതി കുഞ്ഞുഞ്ഞമ്മ, ശ്രീമതി പ്രിയകുമാരി പി കെ, ശ്രീ സജിമോൻ, ശ്രീമതി രാജിമോൾ കെ പി, പഞ്ചായത്ത് അംഗങ്ങൾ പ്രിയപ്പെട്ട ജോൺ ബേബി, ശ്രീ അനിൽകുമാർ കെ ടി, ശ്രീ ഡൈന രഞ്ജി, ശ്രീ സുനിൽകുമാർ പി, ശ്രീ രാജീവ് വടശ്ശേരി, ശ്രീമതി ബിന്ദു ശശി, ശ്രീ സാബുജെ, പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കളായ കർഷകർ, എല്ലാവരും അവാർഡ് ജേതാക്കളായ കർഷകർ, മികച്ച കർഷകൻ ശ്രീ പ്രസാദ് വി ഡി വട്ടമല, മികച്ച കർഷക ശ്രീമതി സുസമ്മ കുര്യൻ, മികച്ച നെൽകർഷകൻ ശ്രീ എബ്രഹാം സി സി, മികച്ച ഫലവൃക്ഷ കർഷകൻ ശ്രീ കെ പി മാത്യു, ശ്രീ ജോർജി തോമസ്, മികച്ച ജൈവ കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ ജോജി വർഗീസ്, മികച്ച കർഷക തൊഴിലാളി ശ്രീ എം സി ചാക്കോ, മികച്ച യുവ കർഷകൻ ശ്രീ സഞ്ജു ജോസ്, മികച്ച വനിതാ സംരംഭക ശ്രീമതി രഞ്ജിത സുമോദ്, മികച്ച കർഷകൻ ശ്രീ രാഘവൻ എൻ എൻ, മികച്ച വിദ്യാർത്ഥി കർഷകൻ മാസ്റ്റർ ജോർജി ജോയ്സ് കറിയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ചിങ്ങം 1 വർഷം ആരംഭത്തിന്റെ വലിയ സന്തോഷത്തിന്റെ അവസരത്തിൽ വർഷാരംഭത്തിന്റെ എല്ലാ മംഗളങ്ങളും ഞാൻ നിന്ന് നേരുക. മികച്ച ഒരു വർഷമായി ഇത് മാറട്ടെ. അത് നമ്മുടെ നാടിനും കേരളത്തിനും എല്ലാം ഗുണകരമായിട്ടുള്ള വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇന്ന് തന്നെ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തുവാൻ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും, അതായത് പുതുപ്പള്ളി സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സൈക്കിൾ കൊടുക്കുവാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തീരുമാനിച്ചു. എല്ലാ കുട്ടികൾക്കും. സമയം ഞാൻ പറയില്ല, പക്ഷേ ഒക്ടോബർ 31 എൻ്റെ മനസ്സിലുള്ളത്. നടക്കുമോ ആ സമയത്ത് നടക്കുമെന്ന് അറിയാം. ഇത്ര വലിയ പ്രോജക്റ്റ് ആയിട്ട് അതിന്റെ ഫണ്ട് അത് പഞ്ചായത്ത് കൊടുക്കുന്നതായിരിക്കും. അത് പലയിടത്തും ചോദിക്കാതിരിക്കില്ല. അത് വരുന്ന പ്രശ്നമില്ല. അത് ഗിരീശൻ അനുവദിച്ചു.
ഏതായാലും സ്കൂൾ കുട്ടികൾക്ക് സൈക്കിൾ അനുവദിച്ചിരിക്കുന്നു. ഇത് സൈക്കിൾ മേടിച്ച് ആർക്കെങ്കിലും വീട്ടിൽ ഇരിക്കണമെങ്കിൽ വീട്ടിൽ ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ 4 പഞ്ചായത്തുകളിൽ പുതിയൊരാശയം നിലയ്ക്ക് പാകത്താനം, മണർകാട്, അകലക്കുന്നം, പാമ്പാടി ഈ 4 പഞ്ചായത്തുകളിൽ 40 ലക്ഷം രൂപ, അതായത് 10 ലക്ഷം വെച്ച് 40 രൂപ ചെലവഴിച്ച് 4 ലാഫിംഗ് ക്ലബ്ബുകൾ തുടങ്ങാൻ കൂടി തീരുമാനിച്ചു. കൈയടിക്കണോ? ലാഫിംഗ് ക്ലബ്ബ് വേണ്ടേ? അപ്പൊ ഞാൻ കൈയടിക്കൂടെ ക്ലബ്ബ് കൊടുക്കും. കൈയടിക്കാൻ പറ്റുന്നില്ല, കൈയടിപ്പിക്കാനുള്ള ക്ലബ്ബ് ഉണ്ട്. ഈ ലാഫിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചുമ്മാ ചിരിക്കുക. ഇവിടെ എല്ലാവരും ടെൻഷനില്ല. MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് തൊട്ട് മെമ്പർമാര്, പിന്നെ ആശാ വർക്കർമാര്, പാർട്ടിക്കാര് എല്ലാവരും ടെൻഷനില്ല. പുതുപ്പള്ളി രാഷ്ട്രീയ കുറവാണ്. ഇന്നലെ ഞാൻ ടെൻഷൻ കാരണം ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഇന്നലെ എന്നെ ടാഗ് ചെയ്തുകൊണ്ടൊരു വീഡിയോ വന്നു. ഒരു ഭാര്യയെ ഭർത്താവ് എടുത്തിട്ട് ഇടിക്കുക. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് മീൻ വറുത്ത് കൊടുത്തിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ ഇന്നലെ രാത്രി കണ്ടപ്പോൾ അതിനെക്കാട്ടി വളരെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ബോധമൊക്കെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയ, ഒരു മകൻ അപ്പനെ ചവിട്ടി എന്തൊക്കെയാണോ കാണിക്കുന്നത് അറിയില്ല, അതിനകത്ത് വീട്ടിൽ കൊണ്ടുപോവുക. എന്താ അപ്പൊ ഞാൻ പറയുന്നത്, മനുഷ്യൻ സ്ട്രെസ് കൂടിയിട്ട് ഏത് തലത്തിലേക്ക് ചിന്തിക്കുന്നു എന്ന് അറിയാത്തൊരു സാഹചര്യമാണ്. ഇവിടെ അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും സ്ട്രെസ്സിലാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇനി എന്നെ കാണാൻ വരുന്നവരെല്ലാം ലാഫിംഗ് ക്ലബ്ബിൽ പോയിട്ടേ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. പ്രസിഡന്റ് ഉൾപ്പെടെ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും എന്നെ കാണാൻ വരണമെങ്കിൽ ലാഫിംഗ് ക്ലബ്ബിൽ പോയി 5 മിനിറ്റെങ്കിലും ഇരുന്നിട്ടേക്ക് കൊണ്ട് വരാവുള്ളൂ. അല്ലല്ല, ലാഫിംഗ് ക്ലബിന്റെ ഉദ്ദേശം തന്നെ അല്ലല്ല, അങ്ങനെ പ്രശ്നം പറയാതിരിക്കാനാണ് ക്ലബ്ബ് തുടങ്ങിയിരിക്കുന്നത്. അത് ഒരു ക്ലബ്ബായിട്ട് തുടങ്ങാനുള്ള ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ ഒരു പ്രാക്ടീസ് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കിയോ, ലോകത്തിന്റെ പല ഭാഗത്ത് ചിരിക്കുന്നത് ഏറ്റവും വലിയ എന്താ പറയാ, ഒരു സ്ട്രെസ് റിലീഫാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യന് ആശ്വാസം കിട്ടുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം അതിന് കൂട്ടായ്മയായിട്ട് വരിക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായിട്ടുള്ളവർക്ക് കൂടി വരുവാനുള്ള അവസരം നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഉള്ള ആശയമാണിത്. പക്ഷെ അപ്പൊ അതിനോടൊപ്പം തന്നെ ഞാൻ ആലോചിക്കുന്നത്, ഭാവിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ അതിനൊരു ജിമ്മ് കൂടെ, ചെറിയൊരു ജിമ്മായി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെ 4 സെന്റേഴ്സ് തുടങ്ങി ആൾക്കാർക്ക് കൂടി വരുവാനുള്ള അവസരം കൂടിയായിട്ട് ഞാൻ അതിനെ കണക്കാക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആശയം നമ്മുടെ നാട്ടിൽ പുതുപ്പള്ളിക്ക് വേണ്ടി ഒരു നമുക്ക് അത്രയും രൂപ വേണ്ടേ? ഇത് പാർട്ടി പരിപാടിയല്ല, അവിടെ പാർട്ടി പരിപാടിയല്ല, പാർട്ടി പരിപാടി പറയാം. ഇത് പാർട്ടി പരിപാടിയല്ല, ഇത് പൊതുപരിപാടിയാണ്. അപ്പം നമുക്ക് അങ്ങനെ പൊതുവായി നമുക്കൊന്ന് കൂടി വരുവാൻ ഉള്ളു. സത്യം പറഞ്ഞാൽ നമുക്ക് കൂടി വരാനുള്ള സ്പേസ് ഇവിടെ ഉള്ളത്. പുതുപ്പള്ളിയിൽ നമുക്കൊന്ന് വരാനും സ്പേസ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു തുടക്കം നിലയ്ക്ക് ഒരു ആശയം ഞാൻ മുന്നോട്ട് വെക്കുന്നു. ഇനി പുതുപ്പള്ളിക്ക് നിർബന്ധമാണ് ഇവിടെ ഒരു സ്ഥലം കൂടി വേണമെന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി പഞ്ചായത്ത് വിട്ടു തരുവാണെങ്കിൽ ഞാൻ പുതുപ്പള്ളിയിൽ കൂടെ ഒരു 10 ലക്ഷം അലോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇപ്പം തയ്യാറുണ്ടോ? സ്ഥലം പിന്നെ ഉണ്ടാക്കണം, അതെല്ലാം നടത്തണം. അപ്പം അതിനോട് ചേർന്നൊരു ജിമ്മും കൂടെ, ചെറിയൊരു ജിമ്മ് പോലെ നമ്മുടെ ചെറുപ്പക്കാർക്ക് വരാനും പ്രായമായിട്ടുള്ളവർക്ക് വരാനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. അവിടെ വേണം ഇത് ഉണ്ടാക്കാൻ. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു PHC അങ്ങനെ നമ്മൾ PHC പ്രപ്പോസ് ചെയ്ത സ്ഥലത്ത് തന്നെ തുടങ്ങുക. ആ PHCക്ക് വേണ്ടി നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിന്റെ അപ്പുറത്തെ പുതിയ ബിൽഡിങ്ങിലാണ്. അപ്പൊ അവിടെ ഒരു സ്പേസ് എടുത്ത് ആ സ്പേസ് കൂടി അത് ഇപ്പൊ തന്നെ നമുക്ക് തുടങ്ങാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് പുതുപ്പള്ളി തന്നെ. അപ്പൊ അതിനു വേണ്ടിയുള്ള 10 ലക്ഷം ഞാൻ അലോട്ട് ചെയ്ത് ഫണ്ട് മേടിച്ചിട്ടുണ്ട്. അതിന് ആക്ച്വലി കാര്യമായ ഫണ്ട് വേണ്ട, പക്ഷെ ജിമ്മ് അവിടെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ആ ജിമ്മ് കൂടി അവിടെ വരുമ്പോൾ ജിമ്മൂടെ കൊണ്ടുപോകും.
അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും കർഷക ദിനത്തിൽ നേരുകയാണ്. ഇതൊരു ആക്ച്വലി ഒരു റിമൈൻഡറാണ്. ഈ ദിനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവർക്കും പൊതുപ്രവർത്തകർക്ക്, കർഷകർക്ക്, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്ക് എന്റെ റിമൈൻഡറാണ്. കർഷകരുണ്ടെങ്കിലേ നമ്മളുള്ളൂ, ഈ നാടുള്ളൂ. കർഷകരില്ലെങ്കിൽ നമ്മളില്ല. ഇപ്പൊ വട്ടവടയെ കുറിച്ചും അതേപോലെ രണ്ടാമത്തെ പഞ്ചായത്ത് 2 പഞ്ചായത്തുകളാണ് വട്ടവടയും ഒരു പഞ്ചായത്തിലുമാണ് മൊത്തം കൃഷിയുടെ ഫലം ഉണ്ടാവുന്നത്. കാന്തല്ലൂർ എല്ലാം പുറത്തു പോവാ, കേരളത്തോട്ട് വരുന്നില്ല, എല്ലാം പുറത്തു പോയി തമിഴ്നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിൽ പിന്നെ എവിടെയാ കൃഷിയുള്ളത്? ഇപ്പൊ നമ്മുടെ നാട്ടിലെ കൃഷി നശിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഇസ്രായേലിനെ നോക്കി പഠിക്കാം. ഇസ്രായേലിനെ നോക്കുമ്പോഴേ ചെറിയൊരു സ്ഥലത്ത് പോലും വലിയ ഗ്രോത്താണ്, വലിയ എന്താ പറയാ വളർച്ച, വിളവെടുപ്പ്. നമ്മുടെ നാട്ടിൽ ഉള്ള വിളവ് നശിക്കുക, പിന്നെ മഴ വന്നാൽ പിന്നെ പറയുകയേ വേണ്ട. അതുകൊണ്ട് നമ്മുടെ കർഷകരെ നമുക്ക് സംരക്ഷിക്കുവാൻ പലവിധമായ പദ്ധതികൾ ഉണ്ടാവണം. അതിന് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കണം. അതിന് നിങ്ങളോടൊപ്പം ഞാൻ കാണുമെന്നുള്ള അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു തീർച്ചയായിട്ടും അത് നവീകരണം അനിവാര്യമാണ്. ആ അനിവാര്യമായ കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മണൽ വാരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിന് ഇനിയൊരു ഇതേപോലെ ഇപ്പൊ കുറച്ചു ദിവസം 3 ദിവസം മഴ പെയ്തെന്ന അന്തരീക്ഷം പറയുന്നത്. 3 ദിവസം പെയ്തില്ല, ഒറ്റ ദിവസം പെയ്തപ്പം അയർക്കുന്നത് കയറി, ഇവിടെ പുതുപ്പള്ളി കയറി, ഒറ്റ ദിവസം മഴയാ. ഇതൊന്നും നമ്മളെ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് 93-94 കാലങ്ങളിലാണ് വലിയൊരു വെള്ളപ്പൊക്കം വന്നത്. പക്ഷെ ഒരാഴ്ച മഴ പെയ്തിട്ടാണ് എന്റെ ഓർമ്മ. ഇത് ഒരു ദിവസം പോലും മഴ പെയ്യാതെ ഒരു രാത്രി, ഞാൻ പാലക്കാടായിരുന്നു, രാത്രി നോക്കിയപ്പോൾ വെള്ളം പൊങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിറ്റേ ദിവസം വെള്ളം പൊങ്ങി എന്നാ പറയുന്നത്. ഒറ്റ മഴയത്ത് വെള്ളം പൊങ്ങാനാണെങ്കിൽ നമ്മുടെ ഭൂപ്രകൃതി എന്തോ കുഴപ്പം ഇവിടെ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് വിലയിരുത്തണം. നമ്മുടെ നെൽപ്പാടങ്ങൾ നശിക്കാൻ പാടില്ല, നെൽപ്പാടങ്ങൾ സംരക്ഷിക്കണം. ഇത് ദൈവം നമ്മുടെ നാട്ടിൽ തന്നിരിക്കുന്നതാണ് നെൽപ്പാടങ്ങൾ. കാരണം ഇതേപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. ഒപ്പം നമ്മുടെ ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അടുത്ത പ്രാവശ്യം ഈ മഴക്കെടുതിക്ക് മുമ്പ് നമുക്കൊരു യോഗം കൂടിയത് മാത്രമല്ല, യോഗം കൂടി നടപ്പിലാക്കണം. പല കലുങ്കുകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുക. എന്നെ പലരും കാണിച്ചു തന്നു. കലുങ്കൾ തെക്കോട് ഭാഗത്ത്, കൊട്ടാരക്കടൽ ഭാഗത്തൊക്കെ കലുങ്കൾ അടഞ്ഞു കിടക്കുന്ന കാര്യമൊക്കെ എന്നെ സൂചിപ്പിച്ചു. പിന്നെ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ കലുങ്ക് അടഞ്ഞു കിടക്കുന്നതായിട്ടൊക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഉദ്യോഗസ്ഥരും ഈ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം എന്ന് പറയാൻ അവസരം എടുക്കുന്നു. ഒപ്പം എനിക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ പുതുപ്പള്ളിയിൽ ഒരു പൗരാണികമായ ഒരു മ്യൂസിയം, നമ്മുടെ പാരമ്പര്യവും നമ്മുടെ നാടിന്റെ പാരമ്പര്യവും അതുപോലെ തന്നെ വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ടുള്ളൊരു മ്യൂസിയം നിർമ്മിക്കുവാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പഞ്ചായത്ത് അതിന് സ്ഥലം വിട്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു ബേസ് ക്യാമ്പ്, ശബരിമലയുടെ ബേസ് ക്യാമ്പ് കൂടി നമ്മുടെ നാട്ടിൽ ആ അമ്പലത്തിന്റെ ആ സ്ഥലത്ത് തന്നെ അതിനോട് ചേർന്ന് തന്നെ വരണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അതിനുവേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഹെറിറ്റേജ് അതുപോലെ തന്നെ റെസ്റ്റോറേഷൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം കൂടി എന്റെ മനസ്സിലുണ്ട്. അതിൽ ആർക്കൊക്കെ സഹകരിക്കണമെന്ന് വെച്ചാലും എല്ലാവരും വന്ന് സഹകരിക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ പുതുപ്പള്ളിക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ചരിത്രത്തിൽ. ആ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഷക്കാല ഗോവിന്ദമാരാൻ അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മൾ ഈ നഗറിന്റെ പേരിട്ടത്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഈ സ്ഥലത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ ഇതിന്റെ ഹിസ്റ്റോറിസിറ്റി, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, നമ്മുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആരും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥലത്തിന്റെയും നമ്മുടെ നാടിന്റെയും പൗരാണികതയും അതുപോലെ തന്നെ ചരിത്രത്തെയും ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയത്തക്ക രീതിയിൽ നമുക്കൊരു മ്യൂസിയം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ. അതുപോലെ തന്നെ ഈ ഒരു അമ്പലത്തിന്റെ പുനരുദ്ധാനം ഓൾറെഡി 1 കോടി സർക്കാർ തന്നിട്ടുണ്ട്. ഇപ്പോൾ പലരും ഈ ഒരു അമ്പലത്തിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി വേറെയും മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ ഒരു മ്യൂസിയവും അതുപോലെ ബേസ് ക്യാമ്പും അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ പുനരുദ്ധാരണം നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും പുതുപ്പള്ളി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറും. നമുക്ക് ടൂറിസം ഉണ്ട്, ഒരു സ്പിരിച്വൽ ആസ്പെക്ടിൽ ഒരു ടൂറിസം ഉണ്ട്. പുതുപ്പള്ളി പള്ളിയുണ്ട്, പുതുപ്പള്ളി പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ മണർകാട് പള്ളിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ വെണ്ണിമല ക്ഷേത്രമുണ്ട്, മണർകാട് ക്ഷേത്രമുണ്ട്, അതുപോലെ പല സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതിനകത്ത്
ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വെണ്ണിമല ക്ഷേത്രവും അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുമാണ്. അത് ഇത് രണ്ടും വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ പുതുപ്പള്ളി നമുക്കിനി എന്നും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രസിഡന്റ് എന്നോട് പറയുന്നത് വികസനം വേണം. IT പാർക്ക് നമ്മളിവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെയാണ്. മാറുന്നില്ല, പേടിക്കണ്ട, മാറുന്നില്ല, ഇവിടെ തന്നെയാണ്. ഇത് കൈയടിക്കാൻ ഞാൻ ക്ലാസ് തുടങ്ങും. കൈയടിക്കുന്നത് നല്ലത് പറഞ്ഞല്ലോ. ഏതാ അതല്ല, എന്താ പ്രശ്നം വെച്ചാല് അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഒന്ന്, RITയില് 10 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ RITയിൽ അത് വരുവാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ പഠിച്ചിറങ്ങി അവിടെ തന്നെ ഒരു എന്താ പറയുക, ഒരു തൊട്ടടുത്തൊരു സ്ഥലം വരുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ്. അതേസമയം ഇവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിന്നുള്ള ഐഡിയ ആണ്, IHRD തന്നൊരു ഐഡിയ ആണിത്. IHRDയുടെ ഐഡിയ അനുസരിച്ചാണ് ഞാൻ ഇതിലേക്ക് ഈ ബഡ്ജറ്റിൽ പ്രപ്പോസൽ തന്നെ കൊടുത്തത്. എന്റെ മനസ്സിൽ IT പാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അലോട്ട് ചെയ്യുന്ന ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കാൻ കാരണം ഞാൻ കൊടുത്ത പ്രപ്പോസലാണ്. അത് IHRDക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഈ വെണ്ണിമല ക്ഷേത്രത്തോട് അനുബന്ധിച്ച് തന്നെയാണ് എന്റെ മറ്റൊരു സ്വപ്ന പദ്ധതി. അതിലേക്ക് ഞാൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമുക്ക് ഒരു സ്പോർട്സ് സിറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകാൻ പോകുന്നൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. 20-ാം തീയതി ദുബായിൽ നിന്ന് ഞാൻ പറഞ്ഞ കമ്പനിയുടെ ആൾക്കാർ വന്ന് വീണ്ടും ചർച്ചയ്ക്ക് വരികയാണ്. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ നടക്കണം. മറ്റൊന്നുമല്ല, ഇത് എന്റെ പിതാവിനുള്ള എന്റെ എന്താ പറയുക സ്മാരകമാണ്. അദ്ദേഹത്തിന് സ്റ്റാച്യുവോ അദ്ദേഹത്തിന് പേരിടലോ അദ്ദേഹത്തിന്റെ പേരിൽ ഒന്നും അവാർഡോ ഒന്നും വേണമെന്നില്ല. അദ്ദേഹത്തിനുള്ളത് ഏറ്റവും വലിയ അംഗീകാരം ഈ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഒരു പുതുപ്പള്ളിക്കാരൻ ലോക നിലവാരത്തിൽ ഗെയിമിന് പോകുമ്പോൾ, ക്രിക്കറ്റിന് പോകുമ്പോൾ, ഫുട്ബോളിന് പോകുമ്പോൾ, ഒളിമ്പിക്സിന് പോകുമ്പോൾ ഉമ്മൻചാണ്ടിക്കുള്ള ട്രിബ്യൂട്ട് ആയിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരു സ്വപ്നമായിട്ട് നിലയിൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു KCA ഒരു സ്റ്റേഡിയം ചെയ്യാൻ റെഡിയാണ്. നമ്മൾ സ്ഥലം വിട്ടുകൊടുത്താൽ മതി. ഞാനത് നമ്മളൊരു സ്വപ്നമായിട്ട് തുടങ്ങി. നമ്മൾ IPLലെ ഫാൻ പാർക്ക് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, പലരും എന്നെ കളിയാക്കി. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നടക്കുന്ന കാര്യം ഞാൻ പറയുള്ളൂ, നടക്കുന്ന കാര്യം ഞാൻ ശ്രമിച്ചിരിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പൊ അത് പറഞ്ഞപ്പോൾ അവസാനം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഈ സ്പോർട്സ് സിറ്റിയിലാണ്. ആ സ്പോർട്സ് സിറ്റി യാഥാർത്ഥ്യമാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ സ്പോർട്സ് സിറ്റി യാഥാർത്ഥ്യമാവും. അവിടെ ഈ IPLന്റെ സ്റ്റേഡിയം ഉണ്ടാകും, അതുപോലെ തന്നെ ഫുട്ബോളിന്റെ സ്റ്റേഡിയം ഉണ്ടാകും, മറ്റ് അക്കാഡമീസ് ഉണ്ടാവണം കുട്ടികൾക്ക് പഠിക്കുവാൻ. ഇവിടെ കുട്ടികൾക്ക് അവസരമില്ല. നമുക്കറിയാം, നമ്മുടെ ജില്ലയുടെ പകുതിയുള്ള കേപ്പ് വെറുതെ പോയി ഫുട്ബോളിൽ കളിക്കാമെങ്കിൽ അതിന്റെ 25 ടീമിനെ വിടുവാനുള്ള ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. 10 ടീമിനെ വിടാൻ സാധ്യത, 14 ടീമിനെ, അതിൽ നിന്ന് 14 ടീം കേരളത്തിൽ വിടാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മുടെ തന്നെ കുട്ടികൾ ലോക നിലവാരത്തിൽ പോയി ഇപ്പൊ 2 കപ്പുകൾ ജയിച്ചു. അവര് മണിപ്പൂർ കുട്ടികളാണ്, പക്ഷെ ട്രെയിൻ ചെയ്ത് രഞ്ജിത്ത് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ ഇപ്പൊ ഇന്ത്യൻ അണ്ടർ-15 കോച്ചാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ സാഹചര്യം ഒരുക്കുക, നമുക്കൊരു എക്കോണമി ഉണ്ടാക്കുക. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ പുതുപ്പള്ളിയിൽ പുതിയൊരു എക്കോണമിക് മോഡൽ വേണം. ഇവിടെ പുതുപ്പള്ളി പഞ്ചായത്തിന് മാത്രമല്ല, ഇവിടെ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് റവന്യൂ കിട്ടണം. നമ്മുടെ ഗവൺമെന്റിന് റവന്യൂ കിട്ടുന്ന വിധം ഒരു പദ്ധതി നടപ്പിലാക്കണം. അതിനകത്ത് IT പാർക്ക് കാണണം, അതിനകത്ത് ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് വില്ലേജ് കാണണം. എന്റെ പിതാവാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് കേരളത്തിൽ കൊണ്ടുവന്ന ആളെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരിക്കാം ഇവിടെ തന്നെ അത് വരിക എന്നുള്ളത്. ആ സ്വപ്നം നടപ്പിലാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടാവണം, അതുപോലെ സ്റ്റേഡിയങ്ങൾ ഉണ്ടാവണം. ഈ കുട്ടികൾക്ക് കളിക്കുവാൻ, പഠിക്കുവാൻ. ഇപ്പൊ കുട്ടികൾ ആത്മഹത്യ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആത്മഹത്യ, എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അപ്പൊ ഈ ലാഫിംഗ് ക്ലബിന്റെ പ്രാധാന്യം എവിടെയാണ്? ഈ ലാഫിംഗ് ക്ലബിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് ഉൾപ്പെടെ അവിടെ പരിശീലനം കൊടുക്കണം. കുട്ടികൾ ഉൾപ്പെടെ സ്ട്രെസ്സിലാണ്. നമ്മുടെ ഒരു കുട്ടി ഒരു എക്സാം തോറ്റതിന്റെ പേരിൽ അവൻ പോയി ആത്മഹത്യ ചെയ്തെങ്കിൽ ഇവിടുത്തെ കുട്ടികളെ ആദ്യം അവിടെ വിടണം. അവൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് അവിടെ വിടണം. എക്സാം റിസൾട്ട് വരുന്നതിന് തലേ ദിവസം അവിടെ വിടണം. എക്സാം റിസൾട്ട് വന്നതിന് ശേഷം അവിടെ വിടണം. കാരണം സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം, സ്ട്രെസ് കൂട്ടുക എന്നുള്ളതല്ല. നമ്മുടെ കുട്ടികളെ സ്ട്രെസ് കൊടുക്കാതിരിക്കുവാൻ ഇതേപോലുള്ള കാര്യങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കണം തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. വികസനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വികസനമാണ്, ആളുകളുടെ മാറ്റമാണ്. ഇപ്പൊ കർഷകരെ ആദരിക്കുക. നമ്മള് കർഷകർക്ക് കൂടുതലായിട്ട് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥ വികസനം. കൂടുതൽ ടെക്നോളജി കൊണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ പകുതി വർക്കിൽ കാര്യം നടന്നിട്ട്. ഇപ്പൊ ഞാനൊരു കുട്ടിയെ അഭിനന്ദിച്ചിട്ട് വരിക, പേര് ഞാൻ വിട്ടുപോയി, ബാലചന്ദ്രൻ എന്നാന്ന് തോന്നുന്നു, അഖിൽ. അവരിപ്പോ ജപ്പാനിൽ പോയിട്ട് വന്നിരിക്കും.
നമ്മുടെ നാട്ടുകാരൻ ഓർത്ത പുതുപ്പള്ളിക്കാരൻ നഗരപ്പുതുക്കാരൻ അവൻ അവിടെ പോയി അവാർഡോ അവരെ ആദരിച്ചിട്ട് വന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? അവനൊരു ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. താഴെ നിന്നാൽ മാത്രം മതി, എത്ര ഉയരത്തിലാണെങ്കിലും പോയി കുരുമുളക് പറിച്ച് ആ ഇൻസ്ട്രുമെന്റ് താഴെ കൊണ്ടുവരും. കൈകരിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞു. എന്താ സമയം എന്തായാലും ഞാൻ ഇനി ഈ ലാഫിംഗ് ക്ലബിനോടൊപ്പം ക്ലാപ്പിംഗ് ഹാറ്റ്സും ഞാൻ ക്ലബ് കൊണ്ടുവരും. രണ്ടും കൂടെ ജോയിൻ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടുകാരൊരു പയ്യൻ അവൻ ജപ്പാനിൽ പോയി ആദരവ് വേണ്ടി വന്നപ്പം ഞാൻ പറയുന്നത് നോബൽ കിട്ടിയതുപോലെ നമുക്ക് ആർക്കെങ്കിലും പറ്റും. എനിക്ക് പറ്റിയില്ല. എനിക്ക് ചരിത്രം മാത്രമേ എനിക്ക് തലയിട്ടേറുള്ളൂ. പിന്നെ വേണമെങ്കിൽ കുറച്ച് രാഷ്ട്രീയവും കുറച്ച് ലോയും കയറും. എനിക്കതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ കുട്ടിക്ക് എന്താ പറയാ, AI കൊണ്ട് ഇന്നൊരു കുട്ടിയുടെ കാര്യം വന്നില്ലേ, മനോരമ രാവിലെ കിടപ്പുണ്ട്. ലോകത്തിൽ വലിയ അംഗീകാരം നേടിയ കൊച്ചുകുട്ടി. അപ്പൊ നമ്മൾ 15 വയസ്സുകാരൻ. ഈ കുട്ടികൾക്ക് നമ്മൾ അവസരം കൊടുക്കണം. അങ്ങനെ ഒരു കുട്ടിയായിരുന്നാണ് നമ്മളെ വിട്ടു പോകുന്നത്. അങ്ങനെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കുട്ടിയാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. അവൻ സ്ട്രെസ്സിൽ പെടുമ്പോൾ അവന്റെ സ്ട്രെസ്സിനെ കുറയ്ക്കുവാനുള്ള കൂടി മാർഗമാണ്. പേരൻസിന് മാത്രമല്ല, പ്രായമായിട്ടുള്ളവർക്ക് മാത്രമല്ല, കുട്ടികൾക്ക് കൂടി വേണ്ടിയാണ് ലാഫിംഗ് ക്ലബ്ബ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ആളുകൾക്ക് പൊതുവെ ഇങ്ങനെ കൂടി വരവ്, നിങ്ങൾ ചിലപ്പോൾ ടൈമിംഗ് ഫിക്സ് ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നിട്ട് ഒരു ലാഫിംഗ് ക്ലബ്ബ് പോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഒത്തിരി സ്ട്രെസ് കുറയുന്നുള്ള കാര്യം സംശയമില്ല. നമ്മുടെ കുട്ടികളെ നമുക്ക് കരുതണം, നാടിനെ വളർത്തണം. ഒരിക്കൽ കൂടി ഇവിടെ അവാർഡ് ജേതാക്കളായ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് പുതിയൊരു പുതുപ്പള്ളിക്കായി, പുതിയൊരു വികസനത്തിന്റെ കാലഘട്ടത്തിനായി ആരുണ്ടേലും ഇല്ലേലും, ആര് സഹായിച്ചാലും ഇല്ലേലും നമ്മുടെ വികസനം നമ്മുടെ ഉത്തരവാദിത്വം. അതിനെ ഞാൻ നിങ്ങളോടൊപ്പം കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും കർഷക ദിനത്തിന്റെ ആശംസകൾ. നമ്മുടെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി സ്റ്റേജിൽ ക്ഷണിക്കുകയാണ്. മികച്ച കർഷകൻ ശ്രീ പ്രസാദ് വീതി വട്ടമല. ഇപ്പോൾ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കൃഷി ചെയ്യുന്ന കർഷകനാണ്. നൂതനമായ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് വിജയകരമായി കൃഷി ചെയ്യുന്ന കർഷകനാണ്. മികച്ച
വനിതാ കർഷക ശ്രീമതി സൂസമ്മ കുര്യൻ മാമൂട്ടിൽ വീട്ടമ്മയുടെ പരിധികൾക്കപ്പുറം മണ്ണിലേക്ക് ഇറങ്ങി എന്ത് കൃഷിയെ വിളയിപ്പിക്കാമെന്ന് ശ്രീമതി സൂസമ്മയുടെ കൃഷിയുടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വീട്ടാവശ്യങ്ങൾക്ക് മാത്രമല്ല ഒരു വരുമാന മാർഗമായി കൃഷിയെ വളർത്തിയെടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു മികച്ച കർഷകയാണ് ശ്രീമതി സൂസമ്മ കുര്യൻ മാമൂട്ടിൽ. ശ്രീമതി സൂസമ്മ കുര്യനെ ക്ഷണിച്ചുകൊള്ളുന്നു. മികച്ച നെൽകർഷകൻ ശ്രീ ഏബ്രഹാം CC ചീരംകുളം. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ നെൽകർഷകൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നെൽകൃഷിയെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുമ്പോഴും വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങുവാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് തീർച്ചയായിട്ടും ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അടുത്ത മികച്ച ഫലവൃക്ഷ കർഷകൻ ശ്രീ KP മാത്യു കുറ്റിക്കൽ. ഏതാണ്ട് 50-ലധികം വിദേശ ഇനം ഫലവൃക്ഷങ്ങളാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുള്ളത്. കൃഷിയുടെ പുതിയ തലങ്ങൾ സാധ്യതകൾ തുറന്നു കാട്ടിക്കൊണ്ട് ഏവർക്കും മാതൃകയായി നൂതനമായ ഫലവൃക്ഷങ്ങൾ അദ്ദേഹം കൃഷി ചെയ്തു. ഏറ്റവും മികച്ച ജൈവ കർഷകനായി ആദരിക്കപ്പെടുന്നത് ശ്രീ ജോർജ് തോമസ് പുതുപ്പനത്ത്. ജാതി ഉൾപ്പെടെ മറ്റു ഫലവൃക്ഷ കൃഷികളും തെങ്ങ് മുതലായവയും കൃഷി ചെയ്തുകൊണ്ട് ശ്രീ ജോർജ് തോമസ് പുതുപ്പനത്ത് ഏവർക്കും മാതൃകയായ ഒരു കർഷകനായി ഇരിക്കുന്നു. അദ്ദേഹത്തും ആദരിക്കപ്പെടുവാൻ ശ്രമിക്കുന്നു. ശ്രീ ജോർജ് തോമസ് പുതുപ്പനത്ത്. അടുത്തതായി മികച്ച ക്ഷീര കർഷകൻ ശ്രീ ജോജി വർഗീസ് പാലക്കൽ. അദ്ദേഹം ഏതാണ്ട് 20ഓളം ഈ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഒരു ക്ഷീര കർഷകനെന്ന് നിസ്സംശയം പറയാം. ഏതാണ്ട് 20ഓളം പശുക്കളെ അദ്ദേഹം വളർത്തുന്നുണ്ട്. ഏതാണ്ട് 400 ലിറ്ററിലധികം പാല് അദ്ദേഹം അളന്ന് കൊടുക്കുന്നുണ്ട്, വിൽപ്പനയ്ക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ആശ്രയിച്ച് വളരെ ഒരു തീറ്റപ്പൊരുൾ ഉൾപ്പെടെ സപ്ലൈ ചെയ്യുന്ന നിരവധി ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അടുത്തത് മികച്ച കർഷക തൊഴിലാളി ശ്രീ MC ചാക്കോ മറ്റത്തിൽ. അദ്ദേഹം സ്വന്തമായി ഉള്ള കൃഷികൾ കൂടാതെ മറ്റ് നിരവധി സ്ഥലങ്ങൾ അദ്ദേഹം കൃഷിക്ക് സഹായിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തെ ഏറ്റവും മികച്ച കർഷക തൊഴിലാളി നിസ്സംശയം പറയാം. അടുത്ത് പുതുപ്പള്ളിയിലെ മികച്ച യുവ കർഷകൻ ശ്രീ സഞ്ജു ജോസ് ചാലിപ്പറമ്പിൽ തോട്ടയ്ക്കര. ജാതി പച്ചക്കറികൾ, വാഴ, കപ്പ തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് കൂടാതെ അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ ഊതുൾപ്പെടെയുള്ള മരങ്ങളും കൂടി അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. വളരെ മികച്ച ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മികച്ച വനിതാ സംരംഭക ശ്രീമതി രഞ്ജിത സുമോദ് കുടിഞ്ഞവേലി. കൂൺകൃഷിയുടെ അസാധ്യമായ സാധ്യതകൾ തുറന്നു കാണിക്കുന്ന ഒരു കർഷകയാണ്. അടുത്തത് മികച്ച SC കർഷകൻ ശ്രീ രാഘവൻ MN മഴുവഞ്ചേരിപ്പറമ്പിൽ. അദ്ദേഹം സ്വന്തമായി നിരവധി സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തും മറ്റു പല രീതിയിലും കൃഷി നടത്തുന്നു. ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ പേര് വരാറുണ്ട്. എങ്കിലും ഇപ്രാവശ്യമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത്. ഏറ്റവും ഉപരിയായിട്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥി കർഷകൻ ശ്രീ മാസ്റ്റർ ജോജി ജോയിസ് അറിയാം പരക്കുന്നേൽ പുതുപ്പള്ളി. ഇതില് നനവേഗം പച്ചക്കറികൾ ഉൾപ്പെടെ ഉള്ള കൃഷികൾ അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം ചെടിച്ചട്ടികളിൽ മാത്രമല്ല കൃഷിയിടങ്ങളിലും വളരെ മനോഹരമായുള്ള കൃഷിയിടമാണ് ശ്രീ ജോജി ജോയിസ് കറിയായുടെ. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നന്ദി.
എംഎൽഎ പറഞ്ഞ വികസനങ്ങൾ കേട്ട് നമ്മൾ കോരിത്തെച്ച് ഇരുന്നു പോയിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇത്രയും കോൺഫിഡൻസോടുകൂടി നല്ലപ്പോഴാണ് ഒരു എംഎൽഎ നമുക്ക് ഇത്രയും വാഗ്ദാനങ്ങൾ നൽകുന്നത് നടക്കുമെന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ വികസനത്തിന്റെ വാഗ്ദാനങ്ങൾ മറന്നുപോയോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്ന് കൃഷിക്കായിട്ട് ആ എംഎൽഎ ആദ്യത്തെ ഒരു കൃഷി ഭവന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് പങ്കെടുത്ത സമയത്ത് പറഞ്ഞതായിരുന്നു ഇവിടുത്തെ ചെല്ലിയുടെ പ്രശ്നങ്ങൾ തീർത്തു തരുമെന്ന്. എംഎൽഎ അല്ല പറഞ്ഞ് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ അന്നത്തെ ഡയറക്ടർ പറഞ്ഞതാണ്. ആ ഒരു കാര്യം ഈ 3 വർഷമായിട്ടും ഇതുവരെ സാധിച്ചു തരാത്തതിന്റെ ഒരു സങ്കടമാണ്. അതിന് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ 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 എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഗിരീഷ് അവതരിപ്പിക്കുന്നുണ്ട്. വളരെ എളുപ്പമായിട്ട് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിലുമാണെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ നമ്മളെ ക്ലാസ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ആരാണ് ചെല്ലിപ്രശ്നം പറഞ്ഞ ഉടനെ നമുക്ക് നൽകിയ നിർദ്ദേശം ചാണകക്കുഴി ആണ് പ്രശ്നമെന്ന്. എല്ലാ വീടുകളിലും ചാണകക്കുഴി ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ആപ്പാട് ഈ പുതുപ്പള്ളി ആപ്പാട് 400 വീട്ടിൽ കൂടുതൽ ഒരു പശുവിനെ വളർന്നില്ല. അങ്ങനെ അതിലുമില്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു സാഹചര്യം ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ആരെയും വിട്ട ഒരു ഈ മെറ്റാർസിനോ എല്ലാം അവിടെ കൊണ്ട് ഇട്ടാൽ പോയ. പക്ഷെ അതല്ല പ്രശ്നം. ഇത് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പോട്ട് പോകാൻ കഴിവില്ലാത്തതുകൊണ്ട് എംഎൽഎമാരെടുക്കലും നമ്മുടെ കർഷകരെടുക്കലും പറയുന്ന ഒരു തൊഴിൽ ന്യായമാണിത്. അതുകൊണ്ട് ഈ പറയുന്ന ചെല്ലി നമുക്ക് ഇവിടുന്ന് ഉന്മൂലനം ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് തെങ്ങ് കൃഷിയായിട്ട് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ. എംഎൽഎ എന്നാ ചെയ്യുന്നൊരു വാക്ക് തരാനൊക്കെ ഇതിന് പിന്നാലെ നടക്കുമല്ലോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒന്ന് രണ്ടാമതിപ്പോ ഇവിടെ ഏതായാലും ഈ ഒരു കാര്യം പറയാനാണ് വന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കേട്ട ഒരു 2 കാര്യം കൊണ്ടാണ് അതിനും കൂടെ പറഞ്ഞോട്ടെ. ഈ ഉദ്യോഗസ്ഥ വൃന്ദന്മാർ പറയുന്നതാണ് നമ്മുടെ ഈ ആറുകളുടെ ആഴം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ആറുകളുടെ ആഴം കുറഞ്ഞല്ല, ഇനി ഈ ആറുകൾ ആഴം കുറയ്ക്കാൻ പോവാണെങ്കിൽ കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയിലോട്ടെത്തും. അത് ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ ചീഫ് മിനിസ്റ്റർ പോലും മിന്നാന്ന് പറയുന്നത് കേട്ടു. ഈ പറയുന്ന ആറുകളെല്ലാം ഡീസൽ ചെയ്യാൻ പോകണം. ഡീസൽ നടക്കുന്ന ഡാമിലും ഈ പറയുന്ന നമ്മുടെ കായലിലും മാത്രം മതി വേറൊരിടത്ത്. കാരണം ഇതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞു. അതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞു. ഇതൊക്കെ അത് ഗിരീഷിന്റെ എന്റെ അഭിപ്രായം ആയിക്കോട്ടെ. പിന്നെ രണ്ടാമത് ഇവിടെ വേറെ പാമ്പിന്റെ കാര്യം പറഞ്ഞു. ഈ പാമ്പിന്റെ കാര്യം നമ്മളെല്ലാം പറഞ്ഞ് തെറ്റായ ധാരണ. മലവെള്ളത്തിനോട് വരിക ഈ കൊടുങ്ങാൻ വീണത്തിനൊപ്പം ഒരു മലവെള്ളം വരാൻ എവിടെയാ ഒരു കാറുള്ളത്? ഇത് മുഴുവൻ എംഎൽഎ സ്നേക്ക് റെസ്ക്യൂസ് ഇവിടെ കൊണ്ടുവരുന്നതാണ്. അല്ലാതെ എങ്ങനെയാണ് ഇത്രയും വർഷം ഈ സ്നേക്ക് റെസ്ക്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാമ്പും ഇല്ലായിരുന്നു പുതുപ്പള്ളിയിൽ. ഇപ്പം വരുന്ന പെരുമ്പാമ്പ് തൊട്ട് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ട് ഈ സ്നേക്ക് റെസ്ക്യൂസ് ഇവിടെ കൊണ്ടുവരുന്നതാണ്. അതിനൊരു പരിഹാരം കണ്ടാൽ അത് ഒരു മാർഗം. പിന്നെ ഈ സേനയെ പറ്റി പറയാൻ നന്ദി, നമസ്കാരം. അല്ല ഞങ്ങളുടെ അവിടെ 2 പെരുമ്പാമ്പിനെ കണ്ടോ? മറുപടി ഒന്നും പറഞ്ഞിരിക്കില്ല. തീർച്ചയായിട്ടും കൃഷിമന്ത്രിയോട് ഞാൻ പറയുന്നത് നമ്മുടെ യോഗ നടപടികൾ അവസാനിക്കുകയാണ്. യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സാബു അവരെ ബഹുമാനപ്പെട്ട ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായ നമ്മുടെ പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിലവരും, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കർഷകരെ ആദരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ എംഎൽഎ സാബുമൻ അവർ, അതുപോലെ തന്നെ നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബ്ലോക്ക് ചെയർമാൻമാർ, അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ, പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമ്മാനങ്ങൾ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ, അതുപോലെ തന്നെ നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ, കർമ്മസേനയിലെ അംഗങ്ങൾ എന്ന് വേണ്ട ഈ പരിപാടികളിൽ സഹകരിച്ച എല്ലാ പാടശേഖര സമിതി അംഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടിയിൽ സഹകരിച്ച നമ്മുടെ കർഷക സുഹൃത്തുക്കൾ എല്ലാവർക്കും നമ്മുടെ കൃഷിവിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. യോഗ നടപടികളെ അവസാനിപ്പിച്ചു.